പി ജെ വിൻസെന്റ്, ഇപ്പൊ നമ്മള് ശ്രീ സോളമൻ വെല്ലക്കാട്ട് അവിടുത്തെ ഒരു സാഹചര്യം പറഞ്ഞതാണ്. അത് അവിടെ നിന്നുള്ളവർക്ക് മാത്രം നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ ആ തരത്തിൽ ബാധിച്ചിട്ടില്ല. നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് മറ്റിടങ്ങളിലെ ഈ സംഘർഷം ഉരുണ്ടു കൂടുന്ന സമയത്ത് മറ്റുള്ള ഇടങ്ങളിലെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു റഷ്യ യുക്രൈൻ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒരു ബോർഡർ മാത്രം കേന്ദ്രീകരിച്ചുള്ള അതിർത്തി കേന്ദ്രീകൃത യുദ്ധം എന്നൊന്നിനെ പറ്റി നമ്മൾ വിചാരിക്കേണ്ടതില്ലല്ലോ. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉരുണ്ടു കൂടിയ സമയത്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് 4-5 സംസ്ഥാനങ്ങളുടെ മുഴുവൻ ബോർഡറുകളും കുറച്ച് കടന്നുള്ള പ്രദേശങ്ങളുമൊക്കെ സംഘർഷഭരിതമായത് നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ സാമ്പത്തിക ക്രമത്തെ അപ്പാടെ ബാധിക്കാൻ കഴിയുന്ന, സാമൂഹ്യ ജീവിതത്തെ അപ്പാടെ ബാധിക്കാൻ കഴിയുന്ന, സുരക്ഷിതത്വത്തെ അപ്പാടെ ബാധിക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമായിട്ടേ ഇനി യുദ്ധം അരങ്ങേറുകയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഇപ്പോൾ അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ കൂടുതൽ ആക്രമണങ്ങൾക്ക്, തിരിച്ചടികൾക്ക് പദ്ധതിയിടുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. ഇന്നു തന്നെ ഏതാണ്ട് 8 കാഷ്വാലിറ്റി ആ തരത്തിലുണ്ട് എന്നുള്ളതാണ് അൽ ജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഓരോ മാധ്യമങ്ങൾക്കും ഓരോ താല്പര്യങ്ങൾ എന്ന നിലയ്ക്ക് കാണാവുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ആദ്യത്തെ ദിവസം നമ്മുടെ വിപണിയിൽ വലിയ തിരിച്ചടി ഉണ്ടായി. പിന്നീട് അത് തിരിച്ചു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇന്നത്തെ ഒരു ക്രമം വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് സംഘർഷാവസ്ഥ ഉണ്ടായാലും ആ മേഖലയെ, സാമ്പത്തിക മേഖലയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറിച്ചുള്ള ഒരു അതിജീവനം എന്ന നിലയിലേക്ക് ഒരു സാമ്പത്തിക രീതി മാറിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ലോകക്രമം തിരിച്ചു വരുമല്ലോ. പക്ഷേ ഇറാന്റെ ഒരു സാന്നിധ്യം ഗൾഫ് മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു വന്നതുപോലെ അല്ല ഗൾഫിലെ സ്ഥിതി. ഈ ഹോർമൂസ് കടലിടുക്ക് ഒരു 33 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അവിടെ അതിലൂടെ കടന്നു പോകുന്ന ഷിപ്പിലേക്ക് ഒരു സാധാരണ റോക്കറ്റ് വന്ന് പതിച്ചാൽ പോലും ആ കപ്പലിൽ നിന്ന് കത്തും. നമ്മളുടെ MSC കപ്പൽ 1000 കോടിയാണ് അത് മുങ്ങിയ സമയത്ത് ഉണ്ടാകുന്ന നഷ്ടം. അതുപോലെയുള്ള ചെറിയ കപ്പലുകളിൽ പോലും ഒരു റോക്കറ്റ് ആക്രമണം പോലും ഉണ്ടായാൽ അതുണ്ടാക്കാവുന്ന നഷ്ടം വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഇറാന് ഈ ഗൾഫ് കടലിന്റെ മേലെ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട്. അതുപോലെ ഹോർമൂസ് കടലിടുക്കിൽ ഹൂത്തികൾക്കും നിർണായകമായി ഇടപെടാൻ സാധിക്കും. അപ്പം ഈ ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാനൊന്നും ഇറാന് സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഖത്തറില് അമേരിക്കയുടെ നാവിക താവളമുണ്ട്, ബ്രിട്ടൻ, ഈ രാജ്യങ്ങളൊക്കെ അതിലിടപെടും. ആ ബ്ലോക്കേഡൊക്കെ തകർക്കാനൊക്കെ എളുപ്പം സാധിക്കും. പക്ഷെ ആ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ തുടർച്ചയായി ആക്രമിക്കാൻ സാധിക്കും. അതൊരു മൈനർ സ്കിർമിഷസ് ആണെങ്കിൽ കൂടി അത് ആഗോള വ്യാപാരത്തെ ബാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെങ്കടലല്ലേ. 80-88 കാലത്തിൽ പോലും പക്ഷേ അത്തരം ആക്രമണങ്ങൾ ഹോർമൂസ് കടലിടുക്കിലേക്ക് അതൊരു പൂർണ്ണമായി അടച്ചിട്ട ചരിത്രമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതാണ്ട് 21 ദശലക്ഷം ബാരൽ എണ്ണയാണ് അവിടെ പ്രതിദിനം വിതരണം ചെയ്യുന്നത്. അപ്പൊ അത്രമേൽ ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക അടിത്തറയും ബാധിക്കുന്ന ഒരിടത്തേക്ക് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ ശത്രുതയെ വിളിച്ചു വരുത്തുക എന്നല്ലേ? അല്ല, അത് സാമ്പത്തികമായി അത് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. പക്ഷേ 1980-88 8 വർഷം നീണ്ടുവരുന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ഇങ്ങനെയൊരു പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഇറാഖിന് അവിടെ ബസ്ര തുറമുഖമുണ്ട് എന്നല്ലാതെ പ്രധാനമായിട്ടും അത് ഇരു രാജ്യങ്ങളുടെയും കരസൈന്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. നാവിക യുദ്ധം വളരെ മിനിമമായിട്ട് ആ കാലത്ത് ഒന്നാം ഗൾഫ് യുദ്ധം എന്നറിയപ്പെടുന്ന 80 മുതൽ 88 വരെയുള്ള ആ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോ ഈ ഗൾഫ് മേഖല മാത്രമല്ല, ഇന്ത്യൻ ഓഷ്യനെ അറ്റ്ലാന്റിക് ഓഷ്യനുമായി ബന്ധപ്പെടുത്തുന്ന ചെങ്കടലും മെഡിറ്ററേനിയൻ കടലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കടൽ മേഖലയാണ്. അവിടുന്ന് സൂയസ് കനാൽ വഴിയാണ് മെഡിറ്ററേനിയനിലേക്കും അവിടുന്ന് അമേരിക്കയിലേക്കും പശ്ചിമ യൂറോപ്പിലേക്കും ഈ ചരക്കുകൾ മുഴുവൻ നീളുന്നത്. അപ്പൊ ഈ ചെങ്കടൽ മേഖലയിൽ ഇപ്പോഴും വ്യാപാര കപ്പലുകളെ, പ്രത്യേകിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഫ്ലാഗ് ചെയ്ത ഷിപ്പുകളെ ആക്രമിക്കാനുള്ള ശേഷി ഹൂത്തികൾക്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇറാന്റെ സൈനിക ശക്തിയെ മാത്രം വെച്ചിട്ടല്ല ഈ സംഘർഷത്തെ നമ്മൾ അളക്കേണ്ടത്. ഇറാന്റെ പ്രോക്സികൾ, അതിൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസുമാണ് ഇപ്പോൾ നിർണായകമായി ദുർബലപ്പെട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ ഹൂത്തികളുടെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി ഇപ്പോഴും വളരെ ശക്തമാണ്. സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായതോടുകൂടി അവർക്ക് അവരുടെ പിന്തുണ ഇറാൻ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇറാഖ് ഇപ്പോഴും ഒരു ഷിയ റഷീമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ ഷിയ മിലീഷ്യകൾ അവിടെ വളരെ ആക്റ്റീവാണ്. അപ്പൊ ഇത്തരം ഘടകങ്ങളെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ആ മേഖലയെ നിരന്തരമായി അസ്ഥിരപ്പെടുത്താനുള്ള ശേഷി
ഇറാൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത്തരം ശേഷികളാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ പോലും ഇടപെടാൻ കാരണം. കാരണം ബലൂചിസ്ഥാൻ മേഖലയിലുള്ള സംഘർഷത്തിൽ ഇറാന്റെ സഹായമില്ലാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായിരിക്കാം പാകിസ്ഥാൻ ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇടപെടാൻ കാരണമെന്ന് ഞാൻ കരുതുകയാണ്. 28 ലക്ഷം പോപ്പുലേഷൻ ഉള്ള സുന്നി ഭൂരിപക്ഷ പ്രോവിൻസ് ആണ് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രോവിൻസ്. അത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രവിശ്യയാണ് സിസ്താൻ പ്രോവിൻസ്. അത് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രോവിൻസ് എന്നാണ് 1979 ശേഷം അതിന്റെ പേര്. അത് സുന്നി ഭൂരിപക്ഷ പ്രദേശമാണ്. അതിൽ മഹാഭൂരിപക്ഷവും ബലൂച്ചികളാണുള്ളത്. മാത്രമല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പലവിധ സാങ്കേതിക സഹായവും തന്ത്രപരമായ പിന്തുണയും കിട്ടുന്ന ആ മേഖലയിൽ നിന്നാണ്. അപ്പൊ ഇറാന്റെ കൂടി സഹായം ബലൂജി ലിബറേഷൻ ഫോഴ്സിനെ, BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ തകർക്കാൻ പാകിസ്ഥാൻ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ആഭ്യന്തരമായ ചില ലിവറേജ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇതിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഒറ്റ കാര്യവും കൂടി നേരത്തെ ഫസൽ കപൂർ സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൃത്യമായി സാമ്രാജ്യത്വത്തിന്റെ തന്ത്രമാണ്. ഈ ഇറാന്റെ ആണവ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് അമേരിക്കയാണ്. നിങ്ങൾ നോക്കൂ, 1957 അമേരിക്കൻ അനുകൂല സർക്കാർ, ഷാ പല്ലവിയുടെ സർക്കാർ ഇറാനിൽ ഭരിക്കുന്ന കാലത്താണ് 1957 ആണവ പദ്ധതി ആരംഭിക്കുന്നത്. 1975 ബുഷ്കർ പ്ലാന്റ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് തുറക്കുന്നത്. ആവശ്യത്തിലധികം എണ്ണയും പ്രകൃതിവാതക ശേഖരവുമുള്ള ഇറാനിൽ എന്തിനാണ് ഊർജാവശ്യം നിർവഹിക്കാൻ വേണ്ടി ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നത്? അന്ന് ശീതയുദ്ധ കാലത്ത് അമേരിക്കയുടെ സഖ്യശക്തിയായിരുന്ന ഇറാനിൽ ഈ ആണവ പദ്ധതി തുടങ്ങുന്നത് തന്നെ ഈ സോവിയറ്റ് യൂണിയനെതിരെ ഒരു ആണവ രാജ്യമാക്കി ഇറാനെ മാറ്റുക എന്ന താല്പര്യത്തിന് പിന്നിലായിരുന്നു. അപ്പൊ ഒരർത്ഥത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയുടെ തുടക്കം അമേരിക്കയിൽ നിന്നാണ്. അത് സോവിയറ്റ് യൂണിയനെതിരായി പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കാണണം. എന്നാൽ 1979 ഇസ്ലാമിക റവല്യൂഷന് ശേഷം അവർ അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് പോവുകയും അമേരിക്ക പിന്തുണയ്ക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള സുന്നി മൊനാർക്കികൾക്കെതിരായിട്ട് ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ശക്തമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്തപ്പോഴാണ് ഇറാൻ ശത്രുവായി മാറുന്നത്. അതുകൊണ്ട് ഇനി ഇറാൻ ആണവായുധം ശേഷി നേടാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ലോക പോലീസ് തന്ത്രത്തിന്റെ ഭാഗമാണ്. അമേരിക്കയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇസ്രായേലിന് സ്വകാര്യമായി ആണവായുധമുണ്ട്. 100-ലധികം ബോംബുകൾ അവർക്കുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. പക്ഷേ അതിനെതിരായി ഉപരോധമില്ല, നടപടികളില്ല. പക്ഷേ ഈ പാശ്ചാത്യ ശക്തികളുടെ സഹായത്തോടു കൂടി ആരംഭിച്ച ഇറാനിലെ ആണവ പദ്ധതി ഇപ്പോൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ സമ്പൂർണ്ണ ഉപരോധവും യുദ്ധവും. അപ്പോൾ ഈ സാമ്രാജ്യത്വത്തിന്റെ ഇരട്ടത്താപ്പ് കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ള ആശയമാണ് ശ്രീ ഫസൽ ഗഫൂറും ഒപ്പം ശ്രീ PJ വിൻസെന്റും മുന്നോട്ട് വെക്കുന്നത്.